ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. എനിക്കറിയാം നമ്മൾ ഒരു മാസം മിക്കവാറും ഒരു പ്രാവശ്യമെങ്കിലും സിട്രോയിൻ്റെ ഒരു വീഡിയോ ചെയ്തിരിക്കും. അത് ചില സമയത്ത് സെയിൽസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് അവരുടെ വണ്ടികളുടെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അവരുടെ പുതിയ അപ്ഡേറ്റ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. എന്തായാലും ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ പറയാൻ 3-4 അപ്ഡേറ്റ്സ് ഉണ്ട്, എല്ലാം സിട്രോയിനെ പറ്റി തന്നെയാണ്. ആൻഡ് ഇവിടെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവരുടെ പുതിയ C3 എയർക്രോസിൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ വരുന്നു എന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം C3 എയർക്രോസ് 2023 ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മാക്സിമം ഒരു 5-6 മാസം ആയി എന്ന് പറയാം. എന്നാൽ പോലും ഇറങ്ങിയ സമയം മുതൽ തന്നെ അത്യാവശ്യം നല്ല ഹെവി ഡിസ്കൗണ്ടിൽ അവർ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ C3 എയർക്രോസ്. അത് ഈ വണ്ടി മോശമായിട്ടാണോ എന്ന് ചോദിച്ചാൽ വണ്ടിയുടെ മെക്കാനിക്കൽ ആസ്പെക്ട്സ് എല്ലാം സോർട്ടഡ് ആണ്. പക്ഷേ എന്നാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വണ്ടി കുറച്ച് മോശമായിരുന്നു. പക്ഷേ എന്നാൽ ഇതിൻ്റെ അകത്ത് പിന്നെ മോശമായിട്ടിരുന്നൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ആൾക്കാർ വണ്ടി എടുക്കാൻ നോക്കുമ്പം ആദ്യം തന്നെ നോക്കുന്നു ഓട്ടോമാറ്റിക് ഉണ്ടോ എന്നുള്ളതാണ്. അല്ലാണ്ട് ഇപ്പം ഓക്കെ സംഭവം ശരിയാണ്, 1.2 ലിറ്റർ പ്യുവർടെക് 110 എന്ന് പറയുന്ന ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പേര് പോലെ തന്നെ 110 PS പവർ 190 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കൊക്കെ ഉണ്ട്. ആൻഡ് ഇത് ഓടിക്കുമ്പോൾ അത്യാവശ്യം രസമൊക്കെയാണ് മാനുവലിൽ. പക്ഷേ എന്നാൽ ആൾക്കാർ കൺവീനിയൻസ് നോക്കി ഓട്ടോമാറ്റിക് എടുക്കുന്ന സമയത്ത് സിട്രോയിൻ അങ്ങനെ ഒരു ഓപ്ഷൻ അവരുടെ ഇന്നത്തെ പോർട്ട്ഫോളിയോയിലേ ഇല്ല. അതിപ്പോൾ C3 ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ C3 എയർക്രോസും ആയിക്കോട്ടെ. പിന്നെ ഈ C3 ഉണ്ട്, ഇലക്ട്രിക് C3, അത് പിന്നെ ആകെ ഒറ്റ ഗിയർ റേഷ്യോയിലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ അകത്ത് ഗിയർ ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വാഹനം മാത്രമാണ് ഇതിനകത്ത്. ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ഓട്ടോമാറ്റിക് അല്ല, ഞാൻ പറഞ്ഞു ഇലക്ട്രിക് വണ്ടികൾക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് മാനുവലൊന്നും ഇല്ല. മിക്കവാറും എല്ലാ വണ്ടികളും ഒറ്റ ഗിയർ റേഷ്യോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് അവർക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് എടുക്കാം എന്നുള്ളത് മാത്രം. പക്ഷേ എന്നാൽ ഫൈനലി അങ്ങനെ ഈ വണ്ടിയിൽ ഓട്ടോമാറ്റിക് വരികയാണ്. ഇവർ ഇന്തോനേഷ്യയിൽ ആദ്യം ഈ വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പം ഒരു 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ്. ഇതിൻ്റെ ഗിയർ ബോക്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം. എയ്സിൻ സോഴ്സ്ഡ് ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. എയ്സിൻ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കമ്പനിയാണ്. ഇപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സുസുക്കിയുടെ 1.5 എന്നയിലും കുറേ എഞ്ചിൻസ് ഉണ്ട്. അതിനകത്തൊക്കെ വരുന്ന 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ എയ്സിൻ സോഴ്സ്ഡ് ആണ്. അതുപോലെ മഹീന്ദ്രയുടെ 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ എയ്സിൻ സോഴ്സ്ഡ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫോക്സ് വാഗൻ്റെ AQ250 എന്ന് പറഞ്ഞ ഗിയർ ബോക്സ് ഉണ്ട്, അതും 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ എയ്സിൻ സോഴ്സ്ഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ സെയിം ഗിയർ ബോക്സ് ആവണമെന്നില്ല, ഒരേ ഗിയർ ബോക്സിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇറ്ററേഷൻസ് ആയിരിക്കാം. എന്തായാലും അവസാനം ഈ സാധനം വരുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല അഡീഷനാണ്. ഇതിൻ്റെ ടോപ്പ് എൻഡ് 2 വേരിയൻസിലായിരിക്കും ഈ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ആദ്യം C3 എയർക്രോസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അവർ C3യിലേക്കും കൂടി ഈ ഓട്ടോമാറ്റിക് കൊണ്ടുവരുമായിരിക്കും. എന്തായാലും അതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്നതിനെ പറ്റി ഇപ്പോഴും പ്രത്യേകിച്ച് അറിവുകളൊന്നുമില്ല. ടർബോയിൽ തന്നെ ആയിരിക്കും C3യിൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് വരാൻ പോകുന്നത്. ടർബോ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല C3 എടുക്കുന്നവരിൽ കൂടുതലും അതിൻ്റെ നോർമൽ പെട്രോൾ തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ C3 ടർബോ ഭയങ്കര ഫാസ്റ്റ് ആണ്. അതിലും ഈ സെയിം പവർ ഫിഗേഴ്സ് ഉള്ള 1.2 ടർബോ പെട്രോൾ തന്നെയാണ് ഇരിക്കുന്നത്. 0 to 100 10.36 സെക്കൻഡ്സിലാണ് അത് അച്ചീവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഹാച്ച് ബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയും. പോളോ GT ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഈ വണ്ടിയിൽ അവർ ഈ ഓട്ടോമാറ്റിക് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. കുറച്ച് കാലം മുമ്പ് വന്ന റൂമേഴ്സിൽ കുറച്ച് പുതിയ ഫീച്ചേഴ്സ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈ അടുത്ത് കുറച്ച് ലീക്ഡ് ഇമേജ് ഒക്കെ വന്നായിരുന്നു. അതിൻ്റെ അകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ ഫീച്ചേഴ്സൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതായത് മിസ്സിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓട്ടോ AC ഇല്ല, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതൊക്കെ ചെറിയ പ്രശ്നങ്ങളായിട്ട് പറയും. പിന്നെ സൺറൂഫ് ഒന്നും ഇതിൻ്റെ അകത്ത് എന്തായാലും ഇല്ല, അതിപ്പോൾ നമ്മൾ നോക്കിയാലും കിട്ടില്ല. അതുപോലെ LED ഹെഡ്ലൈറ്റ്സ് ഇല്ല. LED DRLs ഉണ്ട്, പക്ഷേ ഹെഡ്ലൈറ്റ്സ് ഒന്നും LED അല്ല. ബാക്കിലാണെങ്കിൽ LED ടെയിൽ ലാംപ്സ് ഇല്ല. അങ്ങനത്തെ കുറേ കോസ്റ്റ് കട്ടിങ് ഒരു വാഹനത്തിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ സിട്രോയിൻ വരുത്തി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞു വരുമ്പം വണ്ടി എൻജോയ് ചെയ്ത് ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊരു വിഷയമായിരിക്കില്ല. പക്ഷേ എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരും ഫീച്ചേഴ്സും ഒക്കെ തന്നെയാണ് വണ്ടി എടുക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ വണ്ടി അധികം വിറ്റ് പോയില്ല എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ വണ്ടിയുടെ മെക്കാനിക്കൽ ആസ്പെക്ട്സ് ഒക്കെ കംപ്ലീറ്റ്ലി സോർട്ടഡ് ആണ്. അതിപ്പോൾ നിങ്ങൾ റൈഡ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിലും വണ്ടിയുടെ ഹാൻഡ്ലിംഗ് എടുക്കുകയാണെങ്കിലും അതുപോലെ ഷാസി ബാലൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. ഇനി രണ്ടാമത്തെ ന്യൂസ് നമ്മുടെ സിട്രോയിൻ്റെ C3X എന്ന് പറയുന്ന പുതിയ വണ്ടിയെ പറ്റിയാണ്. അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ് അതിൻ്റെ പേര്. കാരണം പുറത്തൊക്കെ C4X എന്ന് പറഞ്ഞൊരു കൂപ്പേ വാഹനം വരുന്നുണ്ട്. ഇവിടെയും C3X എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും അവർ പേര് കൊടുക്കാൻ പോകുന്നത് എന്ന് മാത്രം. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പം C3 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ കൂപ്പേ SUV എന്ന് പറയാം. C3 എയർക്രോസിന് അവരൊരു SUV എന്ന് തന്നെ പറഞ്ഞു. C3 അവർ ഹാച്ച് ബാക്ക് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വാഹനത്തിന് എന്ത് വിളിക്കുന്ന അറിയില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ റൈവൽസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ കർവ് ബേസ്ഡ് ആയിട്ടുള്ള കൂപ്പേ SUV, അതുപോലെ പിന്നെ മറ്റുള്ള സെഡാൻസ്, അതായത് വെർട്ടസ്, സ്ലാവിയ, സിറ്റി, വെർണ തുടങ്ങിയ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ റൈവൽസ്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പം ഈ വണ്ടിയുടെ മെയിൻ പോസിറ്റീവ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിരിക്കും. 200 മില്ലിമീറ്റേഴ്സിനടുത്ത് ഈ വണ്ടിക്ക് തീർച്ചയായും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ ലോഞ്ച്
ഇതുവരെ പറഞ്ഞിരുന്നത് 2024 മിഡായിരുന്നു. പക്ഷേ എന്നാൽ അതിപ്പോൾ ഡിലേ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലോ സിട്രോയിൻ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണെന്ന്. അപ്പോൾ അവർ മൊത്തത്തിൽ ഒന്നുകൂടെ അവരുടെ ഡ്രോയിങ് ബോർഡിലേക്ക് തിരിച്ചു പോയിട്ട് ഈ വണ്ടിയിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് കൊടുക്കുന്നതിനെ പറ്റി ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ലോഞ്ച് 2024 എൻഡ് ആവും എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് C3 എയർക്രോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ, അതായത് ഈ C3 എയർക്രോസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടി വന്നതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വരും. അത് 2025 ആവുമായിരിക്കും. സിട്രോയിൻ നടക്കുന്ന വണ്ടികൾക്കൊക്കെ ഒരു പെട്രോളും ഇലക്ട്രിക്കും രണ്ടും വെച്ചാണ് നടക്കാൻ പോകുന്നത്. ബൈ ദ ബൈ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിലേക്ക് വന്നപ്പം അവിടെയും ഇവരൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം വലിയ കാര്യമൊന്നുമല്ല. ഈ അടുത്ത് C3 പെട്രോളിൽ അവർ ഷൈൻ എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ കൊണ്ടുവന്നായിരുന്നു. ഈ അടുത്തൊന്നല്ല, 2023 പകുതിയോടുകൂടി കൊണ്ടുവന്നതാണ്. അതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ORVMs ഉണ്ടായിരുന്നു, മാനുവൽ ഡേ-നൈറ്റ് IRVMs ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്കായിട്ട് തന്നെ 15-inch അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെ ഇപ്പം ഈ C3, അതായത് C3യുടെ ഇലക്ട്രിക് വേരിയൻറ്റിൽ കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഷൈൻ എന്ന് പറഞ്ഞ പുതിയ മോഡലാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വേരിയൻസ് ആണ് ഈ C3യിൽ വരുന്നത്. പണ്ട് ലിവും ഫീലും 2 വേരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഷൈനും കൂടി ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും, അത് നിങ്ങൾക്കറിയാമല്ലോ. 13.2 lakhs ആണ് അതിൻ്റെ ഷോറൂം പ്രൈസ്. ഇനി ഇതാണ് മൂന്നാമത്തെ ന്യൂസ്. ഇനി നാലാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്. നമ്മുടെ സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പ് സിട്രോയിന് വേണ്ടി കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2000 കോടിയാണ് അവരടുത്ത 3-4 വർഷത്തിനുള്ളിൽ സിട്രോയിനിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2019 ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത്. അത് ഇവരുടെ തമിഴ്നാട്ടിലുള്ള പ്ലാന്റിന് വേണ്ടിയായിരുന്നു. 1250 കോടിയാണ് സ്റ്റെല്ലാൻഡിസ് ആദ്യം ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇനിയിപ്പം വരുന്ന കാലങ്ങളിൽ നമുക്ക് ഈ 2000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഒറ്റയടിക്കായിരിക്കില്ല, പതുക്കെ ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവർക്ക് അത്യാവശ്യമാണ്. കാരണം ഇവർക്കിപ്പോൾ ഫീച്ചേഴ്സൊന്നുമില്ല. ഉണ്ടായിരുന്ന ബഡ്ജറ്റ് മുഴുവൻ വണ്ടിയുടെ ഡ്രൈവിംഗ് ഡൈനാമിക്സും അതുപോലെ ബേസിക്സ്, അതായത് പ്ലാറ്റ്ഫോം, ഷാസി, പിന്നെ സസ്പെൻഷൻ സെറ്റപ്പ്, റൈഡ് ക്വാളിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ചിലവാക്കി. ഈവൻ എഞ്ചിനാണെങ്കിൽ പോലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ എന്നാൽ അവർക്ക് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് തികയാത്തതുകൊണ്ടാണോ അതോ ഇനിയിപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഇവർ വളരെ മോശമായിട്ടാണ് ഇത്രയും കാലമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസ് ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ സ്റ്റെല്ലാൻഡിസിൻ്റെ ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന 2 വണ്ടികൾ, 2 കമ്പനികളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത്. ജീപ്പ് ഉണ്ട്, അതുപോലെ സിട്രോയിൻ ഉണ്ട്. ഈ 2 കമ്പനികളാണ് ടോപ്പ് 14 ബെസ്റ്റ് സെല്ലിംഗ് കാർ കമ്പനികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴത്ത് കിടക്കുന്ന കമ്പനിയാണ്. അത് ഇവർ രണ്ടുപേരും മത്സരിക്കുകയാണ്. ചില സമയത്ത് സിട്രോയിൻ ഏറ്റവും താഴെ വരും, ചില സമയത്ത് ജീപ്പ് ഏറ്റവും താഴെ വരും. അങ്ങനെ തമ്മിലുള്ള അടിയാണ് നടക്കുന്നത്. അതിന് 2 പേർക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളാണ്. ജീപ്പിനാണെങ്കിൽ ഭയങ്കര വില, പക്ഷേ വണ്ടിയിൽ ഫീച്ചേഴ്സ് ഉണ്ട്, വണ്ടി കാണാൻ നല്ലതാണ്, അത്യാവശ്യം കേപ്പബിൾ ആണ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. സിട്രോയിൻ ആണെങ്കിൽ പ്രൈസ് കുഴപ്പമില്ല, ബാക്കി വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡീസൻറ്റ് പ്രൈസാണ്. പക്ഷേ എന്നാൽ നമ്മൾ ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അത് വളരെ മോശമാണ്. പിന്നെ വണ്ടി കാണാൻ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും C3 എയർക്രോസിൻ്റെ ഇലക്ട്രിക് വരുന്ന സമയത്ത്, ഓട്ടോമാറ്റിക് വരുന്ന സമയത്ത് അത് മറ്റുള്ള സെഗ്മെൻറ്റുള്ള വണ്ടികളൊക്കെ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ അണ്ടർ കട്ട് ചെയ്യും എന്നും പറയുന്നുണ്ട്. എന്തായാലും ഗൈസ്, ഇതാണ് സിട്രോയിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.